ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കൂടുതൽ സ്റ്റുഡൻസ് അയർലൻഡ് ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ US അവിടുത്തെ സിനാരിയോസൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസിനെതിരാണ്. മാസ്റ്റേഴ്സ് എടുക്കുന്ന 40-50 ലക്ഷം രൂപ കൊടുത്തിട്ട് മാസ്റ്റേഴ്സ് പോകുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫീസ് ഏറ്റവും കുറവാണ്. മറ്റ് മറ്റ് സ്കൂളുകളെ പറ്റി PUC പെർമിറ്റ് കിട്ടുന്നില്ല, പോയവർക്ക് PR ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഹൈ ഫീസും. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം ജോലിയില്ല. ഹൈ ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിനെ പറ്റി ഒത്തിരി സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്, ഹയർ സ്റ്റഡീസിനെ പറ്റി, അല്ലെങ്കിൽ അയർലൻഡിലെ ഇപ്പോഴത്തെ അവസ്ഥ പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന പലർക്കും അയർലൻഡിനെ പറ്റിയുള്ള ബേസിക് ഐഡിയാസ് എല്ലാം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കൂടുതൽ സ്റ്റുഡൻസ് അയർലൻഡ് ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ US, അതോടൊപ്പം തന്നെ UK, അതോടൊപ്പം കാനഡ, ഈ രാജ്യങ്ങളിലൊക്കെ പൊളിറ്റിക്കൽ പ്രോബ്ലംസ്, അവിടുത്തെ സിനാരിയോസൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസിന് എതിരാണ്. പോയവർക്കും വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല, പോയവർക്ക് PR ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഹൈ ഫീസും. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യത്ത് ഉള്ളതിലേക്കും മികച്ചൊരു രാജ്യമാണ് സ്റ്റുഡൻസിന് കയറിപ്പോകാൻ പറ്റുന്നതും. അതോടൊപ്പം തന്നെ പഠനശേഷം 2 വർഷത്തെ സ്റ്റഡി വർക്ക് വിസ കിട്ടുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ അയർലൻഡ്. അതുകൊണ്ട് ധാരാളം വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അയർലൻഡിനെ പറ്റിയുള്ള പോസിറ്റീവ് സൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് ധാരാളം അറിയാം. അപ്പം ഞാനിപ്പം പോസിറ്റീവ് സൈഡ്സ് മാത്രമല്ല പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് കൂടെ അറിഞ്ഞിട്ട് മാത്രം പോകുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഞാൻ ഇതിനകത്ത് പറയുന്നതാണ്. ഞാൻ 2016 ഡബിളിൽ തന്നെയുള്ള ഒരു ബിസിനസ് സ്കൂളിൽ ഞാൻ എൻ്റെ സ്റ്റഡീസിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. എന്നാൽ അൺഫോർച്യുനേറ്റ്ലി എനിക്കത് പോകാൻ പറ്റിയിരുന്നില്ല, മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് തന്നെ. എന്നാൽ അത് പിന്നീടാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിന് വേണ്ടി ഞാൻ ഫ്രാൻസിൽ പോവുകയും അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഫ്രാൻസിലെ ഒരു ടോപ്പ് 10 സ്കൂളിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്ന് അയർലൻഡിൽ പഠിക്കാഞ്ഞത് എന്തുകൊണ്ടും ഒരു നല്ല തീരുമാനമായി എന്നൊരു പരിധി വരെ വേണമെങ്കിൽ എനിക്ക് പറയാം. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അയർലൻഡിൽ അന്ന് തിരഞ്ഞെടുത്ത സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള ബിസിനസ് സ്കൂളോ അല്ലെങ്കിൽ ടോപ്പ് 10 ബിസിനസ് സ്കൂൾ പോലൊരു സ്കൂളല്ലായിരുന്നു ഞാൻ പഠിച്ച് ജസ്റ്റ് അന്ന് ചൂസ് ചെയ്ത്. ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന ഡബിളിലുള്ള ഈ ഒരു ബിസിനസ് സ്കൂളിൽ തന്നെയാണ് ഞാനും ഒന്ന് ചൂസ് ചെയ്ത്. അതൊരു ട്രിപ്പിൾ അക്രഡിറ്റഡ് സ്കൂളല്ല, സാധാരണ ഒരു കോളേജ് മാത്രമാണ് ബിസിനസ് സ്റ്റഡീസിന് വേണ്ടി. എന്നാൽ അവിടെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത്. അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫീസ് ഏറ്റവും കുറവാണ്. മറ്റ് സ്കൂളുകളെ പറ്റി UCD അല്ലെങ്കിൽ ലീമറിക്, കോർക്ക് പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പോകുന്നതിനപ്പുറമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ കോളേജുകളിലാണ് ഫീസ് കുറവ്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത്. എന്നാൽ അപ്പോൾ അവിടുന്ന് കിട്ടുന്ന എക്സ്പോഷറും ഒക്കെ കമ്പയറിംഗ് ടു അതർ സ്കൂൾസ് വളരെ കുറവായിരിക്കും. അയർലൻഡിൽ എന്നാൽ പോലും നിങ്ങൾക്ക് ട്രിപ്പിൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്കൂൾസ് ഉണ്ട്. പക്ഷേ അവിടെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല മാർക്കും അതോടൊപ്പം തന്നെ ഫീസും വളരെ കൂടുതലാണ് കമ്പയറിംഗ് ടു ഈ സാധാരണ കോളേജുകളെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അവിടെ പോകുന്നത്. ഞാനും അതുകൊണ്ടായിരുന്നു അന്ന് അവിടെ അത് സെലക്ട് ചെയ്തിരുന്നു. എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ അയർലൻഡിൽ പോകുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രം പോകുക എന്നാണ് എനിക്ക് പറയാം. ഇപ്പോഴത്തെ ഒരു ജോബ് മാർക്കറ്റാണ്. ജോബ് മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പണ്ടത്തെ പോലെ ഈസി അല്ല, ഹൈലി കോമ്പറ്റേറ്റീവാണ്. അവിടുത്തെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഒരു BCom BBA കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഒരു 1 ഇയർ കോഴ്സിലേക്കാണ് അല്ലെങ്കിലെ കൂടുതൽ സ്കൂളുകളിലേക്ക് ഇപ്പം ഒരു മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് പോകുന്നവരെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കിൽസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് സ്കിൽസ് പോലും വളരെ കുറവായിരിക്കും. വരുന്ന നമ്മളെക്കാട്ടിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളവരും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോമ്പറ്റീഷനെ മറികടന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീടൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ലോങ് ടേം പെർമനന്റ് റെസിഡൻസിലൊക്കെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിനായിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം നിങ്ങൾ ക്രിട്ടിക്കൽ സ്കില്ല് ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ അത് പഠിച്ച് അങ്ങനത്തെ ഒരു ജോലി ആയിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഒരു കോഴ്സ് കണ്ടുപിടിക്കാനും അതിനനുസരിച്ചുള്ള കോളേജുകളിൽ പോകാനും ശ്രമിക്കുക. പ്രത്യേകമായിട്ട് മാനേജ്മെൻറ്റ് ഫീൽഡ് പഠിക്കാൻ പോകുന്നവരോടാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാൻ മാനേജ്മെൻറ്റ് ഫീൽഡിലാണ് എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. പോകുന്ന എല്ലാവർക്കും ജോലി ലഭിക്കണമെന്നില്ല. പോകുന്നതിൽ ഒരു 50% ആളുകളെങ്കിലും തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ എന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു എക്സ്പോഷർ കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇയർ സ്റ്റേ വായിക്കേണ്ട. അതിന് ശേഷം നിങ്ങൾക്ക് ജോലി ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വരാം. അല്ലെങ്കിൽ പല കുട്ടികളും ചെയ്യുന്ന പോലെ UAE അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അതൊരു ഓപ്ഷനാണ്. എന്നാൽ പോലും ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടോയെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഇപ്പോഴത്തെ ഒരു തലത്തിലേക്ക് അയർലൻഡിലേക്ക് പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു NCക്കോ ഒരാൾക്കോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വിസ മേടിച്ചിരുന്നവരോ മാത്രമേ ഒരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം, നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇപ്പം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ സർവ്വ ഏജൻസീസിൻ്റെയും പരസ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫാർമസിയിലും അല്ലെങ്കിൽ IT-യിലുള്ളവർക്കും അവിടെ ഗൂഗിളുണ്ട്, ഫേസ്ബുക്കുണ്ട്. ഈ ഗൂഗിളും ഫേസ്ബുക്കും ഒന്നും നമ്മൾ അങ്ങോട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവരാരും നമുക്ക് ജോലി തരാൻ വേണ്ടി ഇരിക്കുന്നവരല്ല. അപ്പം നമ്മുടെ കൃത്യമായ സ്കിൽസും നമുക്ക് നല്ല രീതിയിലുള്ള എബിലിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം പല സ്റ്റുഡൻസ് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, അമിതമായിട്ടുള്ള എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പോകുന്നവരൊക്കെ ഒന്ന് ഡബിൾ തിങ്ക് ചെയ്തിട്ട് മാത്രം വലിയ ഫീസ് എടുത്തിട്ട് പോകാമെന്ന് മാത്രമേ പോകാവൂ എന്നാണ്
എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് ഇപ്പോൾ ഫ്രാൻസിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മാസ്റ്റേഴ്സ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ 3 വർഷത്തെ ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്നിട്ട് നിങ്ങൾ മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റുന്ന രാജ്യമാണ് അയർലൻഡ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. ഫീസ് കമ്പയറിംഗ് ഇപ്പോൾ നിങ്ങൾ ഫ്രാൻസോ അല്ലെങ്കിൽ മറ്റേ രാജ്യത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഇയേഴ്സ് കോഴ്സ് എടുക്കേണ്ടി വരും. അപ്പം എന്നാൽ 3 ഇയർ ബാച്ചിലേഴ്സ് ഉള്ള ഒരാൾക്ക് നിങ്ങൾക്ക് 1 ഇയർ കോഴ്സ് എടുക്കാൻ പറ്റും. കമ്പയറിംഗ് ഇപ്പം മറ്റ് പല രാജ്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അല്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യം ഇപ്പോൾ കാനഡയൊക്കെ ആണെങ്കിൽ 2 വർഷത്തെ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കുറച്ചുകൂടെ കുറവാണ് അയർലൻഡിലൊരു കോഴ്സ് പഠിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ US പോയി പഠിക്കുന്നതിനേക്കാൾ ഫീസ് കുറവാണ് അയർലൻഡിലൊരു കോഴ്സ് പഠിക്കണമെങ്കിൽ. അപ്പം വളരെ നന്നായിരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു അയർലൻഡ്. അതുപോലെ തന്നെ കമ്പയറിംഗ് ടു UK ആണെങ്കിൽ പോലും എല്ലാവർക്കും UK ഇപ്പോൾ അറിയാം അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പം കമ്പയറിംഗ് ടു UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഒത്തിരിയും സ്റ്റുഡൻസ് പോകുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ പോകുന്നവർ അവിടെയും ഈ ഒരു പ്രശ്നം തന്നെയുണ്ട്. ഇപ്പോൾ പലരും ഈ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ പോയി പലരും ഇപ്പോൾ എൻ്റെ പല കൂട്ടുകാർ തന്നെയുണ്ട് വർക്ക് അവർക്ക് PR ലഭിച്ചിട്ടില്ല ഇത്ര നാളായിട്ട് പോലും. പലരും ഓസ്ട്രേലിയയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് 3 ഇരട്ടിയാണ്. ഇപ്പം അയർലൻഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 15,000 യൂറോസിനൊക്കെ പഠിക്കുന്നെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ഒരു മാസ്റ്റേഴ്സ് എടുക്കുന്ന 40-50 ലക്ഷം രൂപ കൊടുത്തിട്ട് മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നവരുണ്ട്. പക്ഷേ അത് പഠിച്ചതിന് ശേഷം ജോലിയില്ല, PR കിട്ടുന്നില്ല. അപ്പോൾ വലിയൊരു തിരിച്ചടവ് വലിയൊരു പ്രോബ്ലം ആയിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു 2026 നമ്മൾ ഈ വീഡിയോ പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പരമാവധി റിസ്ക് കുറച്ച് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഈവൻ നിങ്ങളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യത്താണ് പോകുന്നതെങ്കിലും നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അഥവാ ഒരു ജോലി ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വന്നാൽ പോലും ഇത് എങ്ങനെയൊക്കെ പേ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതുള്ള ഒരു രാജ്യത്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി വലിയൊരു ബർഡൻ എടുക്കാതെ എഡ്യൂക്കേഷൻ ലോണിൽ തന്നെ എടുക്കാതെ പോകുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഡ്വൈസ്. അതുകൊണ്ട് ഓസ്ട്രേലിയ അതുപോലെ തന്നെ US കാനഡ ഒക്കെ പോകുന്നവർ ഇത് 2 വട്ടം ചിങ്ക് ചെയ്യുക. അപ്പം അതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അയർലൻഡിൻ്റെ ഒരു ഗുണമുണ്ട് ഈ പറഞ്ഞ തന്നെ 2 ഇയർ കോഴ്സ് എടുക്കേണ്ട. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാനഡയൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലും പോകുന്ന 99% സ്റ്റുഡൻസ് എടുക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് മാസ്റ്റേഴ്സ് എടുക്കുന്നവർ വളരെ കുറവാണ് യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ ആ ഒരു കേസിൽ നിങ്ങൾ അയർലൻഡിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നല്ല UCD പോലുള്ള അല്ലെങ്കിൽ ലിംബർഡി പോലുള്ള അല്ലെങ്കിൽ കോർക്ക് പോലെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 1 ഇയർ മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുള്ള അവസരം വളരെ നല്ലതാണ്. എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും വളരെ നല്ലതാണ്. അപ്പം ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അടുത്തൊരു അഡ്വൈസ്. പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പരമാവധി നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു 3+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ജോബ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്രിട്ടിക്കൽ സ്കിൽസ് ലിസ്റ്റൊക്കെ നോക്കിയിട്ട് ആ ഒരു ലിസ്റ്റുമായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും. അതെൻ്റെ പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് കൂടെയാണ് ഞാനിത് പറയുന്നത്. ഞാനും അപ്പം ഈ അയർലൻഡിൽ അന്ന് കോഴ്സ് എടുത്തൊരു കോളേജാണെങ്കിൽ പോലും അതിനേക്കാളും നല്ല കോളേജുകളുണ്ട് അവിടെ. പക്ഷേ എല്ലാവർക്കും അവിടെ പോകാൻ പറ്റില്ല എന്നുള്ളൊരു മറ്റൊരു കാര്യമാണ്. നിങ്ങൾക്ക് പോകാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ടോപ്പായിട്ടുള്ള ട്രിപ്പിൾ ക്രെഡിറ്റ് ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റീസിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഈ പറഞ്ഞ ഡബിളിനും ഒക്കെയുള്ള ബിസിനസ് സ്കൂൾസ് അല്ലെങ്കിൽ ഈ സാധാരണ കോളേജുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം മലയാളികളും ഇന്ത്യൻസും ഒക്കെയാണ് നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ. നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷറൊക്കെ കിട്ടുമെന്നറിയില്ല, എന്നാൽ പോലും അതാണൊരു സത്യം. അപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ഏകദേശം ഒരു 16-17 ആദ്യത്തെ സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി, അപ്പോൾ അത്രയും വലിയൊരു എക്സ്പോഷറാണ് നമുക്ക് കിട്ടിയത്. അപ്പം പക്ഷേ അതെല്ലാവർക്കും ഇപ്പോൾ ഈ പോകുന്ന കോളേജുകളിൽ പോകുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എന്തുകൊണ്ട് പലരും ഇത് ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫീസ് തന്നെയാണ്. പക്ഷേ എന്നാൽ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് വലിയ സ്കിൽസൊന്നുമില്ല, നിങ്ങൾക്കൊന്ന് പോകണം, പഠിക്കണം, നിങ്ങൾക്ക് ശ്രമിക്കാൻ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കോളേജിൽ തന്നെ പോകുക. അത് നിങ്ങളുടെ ഓപ്ഷനല്ലോ. അല്ലെങ്കിൽ അപ്പം നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ സ്കൂൾസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻസിന് വേണമെങ്കിൽ യു ക്യാൻ contact us. We will also help you. I will give my contact details below. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുക. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ വേണമെങ്കിൽ യൂറോപ്പിലോ അതോടൊപ്പം തന്നെ ഫ്രാൻസിൽ ഏതെങ്കിലും ട്രിപ്പിൾ ക്രെഡിറ്റ് ആയിട്ടുള്ള സ്കൂൾസിലോ അതോടൊപ്പം തന്നെ ഓസ്ട്രിയ ഏതെങ്കിലും സ്കൂൾസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ you can contact us. We will help you.